ഹായ്, ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓവനില്ലാതെ വളരെ ഈസി ആയിട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഇനി അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നത് വരെ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പൊടി ഒരുമിച്ചിടണ്ട, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ബാക്കി പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് വേണ്ടത്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഇളക്കിയെടുക്കാം. കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഏതാണോ അതിൽ കുറച്ച് ഓയിൽ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പഴയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 45 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലിഡൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്കിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കേക്കൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ കേക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. താങ്ക് യു.